ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് നിലവിലില്ല എന്നും 5 വർഷം മുമ്പേ നിർത്തലാക്കിയെന്നും കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞതായിട്ടാണ്. അപ്പോൾ 5 വർഷക്കാലം മുൻപ് നിർത്തലാക്കിയ വ്യവസായ വകുപ്പിന്റെ ഒരു റാങ്കിംഗ് സമ്പ്രദായം, ആ റാങ്കിംഗ് സമ്പ്രദായത്തിലാണോ കേരളത്തിന് കഴിഞ്ഞ വർഷം 1ാം റാങ്ക് കിട്ടിയെന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് പറയുന്നത്? ഒന്നെങ്കിൽ ശ്രീ പി രാജീവ് കേരളത്തോട് കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്, അതല്ലെങ്കിൽ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിൽ ആരോ പി രാജീവിനോട് 1ാം റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറ്റിച്ചതാണ്. എന്തായാലും പറ്റിക്കപ്പെടാൻ കേരളം തയ്യാറല്ല. ഇത് കേരളമാണ് സാർ, കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കരുത് സാർ. കള്ളം പറയുമ്പോഴേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കോൺഫിഡൻസ് നോക്കിക്കേ നിങ്ങൾ. ഈ രാഹുൽ മാങ്കൂട്ടം വാ തുറക്കുന്ന തന്നെ 1 നുണ പറയാനും 2 തിന്നാനുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ശശി തരൂരിന്റെ ഒരു ലേഖനം വിവാദമാവുന്നു, കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് നാട്ടുകാർ മൊത്തം അറിയുന്നു. അത് UDF നേതാക്കന്മാർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു. ഇനി അടുത്ത കാലത്തൊന്നും തങ്ങൾക്ക് ഭരണത്തിലെത്താൻ കഴിയില്ല എന്ന തോന്നലിൽ നിന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് ശശി തരൂരിനെ തെറി വിളിക്കുന്നു. അപ്പൊ കൃത്യമായ ഡാറ്റകൾ വെച്ചുകൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്, മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് ബോധവും വിവരമുള്ള ആളുകൾ പറയുന്നു. ഇപ്പൊ നോക്കൂ നിങ്ങൾ, എങ്ങനെയായാലും വേണ്ടിയില്ല, കേരളം മുന്നേറുന്നു ഞങ്ങൾ സമ്മതിക്കൂല എന്നൊരു വാശിയാണ് കോൺഗ്രസ്സുകാർക്ക്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ കേന്ദ്രമന്ത്രി, BJP-കാരനായ കേന്ദ്രമന്ത്രി പറഞ്ഞൊരു പ്രസ്താവന ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല, കേരളം മോശമാണെന്ന് രാഹുൽ മാങ്കൂട്ടം പറയാൻ ശ്രമിക്കുന്നത്. തരൂര് പറഞ്ഞ പോലെ, യൂസുഫ് അലി പറഞ്ഞ പോലെ, കല്യാൺ രാമൻ പറഞ്ഞ പോലെ ഒന്നും അല്ല. കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്, കേരളത്തിന് ഒരു 1ാം സ്ഥാനവും ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന റാങ്കിംഗ് സംവിധാനം നിർത്തലാക്കിയെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. പക്ഷേ അതിനൊരു ബദൽ സംവിധാനമൊന്നും വന്നിട്ടില്ല എന്നാണ്. ദ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2024, ഈ റാങ്കിങ്ങിൽ കേരളം 1ാമതല്ലേ? ഈ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാനിൽ ആണ്. ഈ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? എ പ്രോഗ്രാം ടു മേക്ക് ഇന്ത്യ എ മോർ അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ബൈ ഇംപ്രൂവിംഗ് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈ റാങ്കിങ്ങിലാണ് കേരളം 1ാമത്. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ റാങ്കിങ് സംവിധാനം ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം പേര് മാറ്റിയിട്ട് ദ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ഇതാക്കിയിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമല്ലേ? കേരളത്തിൽ മുന്നേറ്റം ഉണ്ടായിട്ടില്ലേ? മാറ്റം ഉണ്ടായിട്ടില്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന സത്യമാണെന്നേ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് കുളിച്ചു മാറ്റി ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് മ്യൂസിക്കൊക്കെ ഇട്ട വീഡിയോ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കാൻ പച്ച നുണ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലെ താങ്കളാണ്, പി രാജീവ് അല്ല. എന്തായാലും വ്യാജന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വ്യാജ പ്രചരണങ്ങളല്ലാതെ മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മറ്റൊരു പ്രസ്താവന രാഹുൽ മാങ്കൂട്ടം നടത്തിയതായി കണ്ടത് ആശാ വർക്കർമാരുടെ സമരം. ഇങ്ങനെ സമരം ചെയ്യേണ്ട ഗതികേടിന്റെ പേരാണ് പിണറായി വിജയൻ എന്ന്. ഇപ്പൊ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്. കേരളത്തിനകത്ത് 20,000-ഓളം വരുന്ന ആശാ വർക്കർമാരുണ്ട്. അതിനകത്ത് കേവലം 100-ഓളം വരുന്ന ആളുകളാണ് ഇപ്പൊ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങളെ പരിഗണനയിലെടുക്കാം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ആശാ വർക്കർമാർക്ക് മികച്ച സംവിധാനങ്ങൾ ഒരുക്കിയത് ഇടതുപക്ഷ ഭരണത്തിന്റെ കാലത്തല്ലേ? എത്രയാ കേന്ദ്ര ഗവൺമെന്റ് ആശമാർക്ക് കൊടുക്കാൻ വേണ്ടി തരുന്ന വിഹിതം? 600 മുതൽ 1000 വരെ. ഇപ്പൊ ഈ ആശമാരോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ UDF ഈ കേരളം ഭരിച്ചിരുന്ന കാലത്ത് എത്രയായിരുന്നു ആശമാരുടെ ഓണറേറിയം? 1000 രൂപ. ഇപ്പൊ എത്രയാ കൊടുക്കുന്നത്? ഇടതുപക്ഷ ഭരണകാലത്ത് 7000 മുതൽ 13,200 രൂപ വരെ. ഉത്തർപ്രദേശിൽ എത്രയാണ് ആശാവർക്കർമാർക്ക് ഓണറേറിയം? 1500 രൂപ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എത്രയാണ് ആശമാരുടെ ഓണറേറിയം? 5000 രൂപ. കേരളത്തിലോ 7000 മുതൽ 13,200 വരെ.
ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അത് ഒറ്റയടിക്ക് 21,000 ആക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്താൽ അത് പെട്ടെന്ന് പോസിബിൾ ആവുന്ന ഒന്നല്ല എന്ന ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. അപ്പൊ ഈ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ട് ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരൊക്കെ കൂടി തട്ടിക്കൂട്ടി കൊണ്ടുവന്നൊരു സംവിധാനമാണ് ഈ സമരം. എന്നിട്ട് പിണറായി വിജയന് ഗതികേട്, ഒരു ആശമാർ പോലും സമരം ചെയ്യേണ്ട ഗതികേട്. എടോ, ഈ ആശമാരെ, ഈ നാട്ടിലെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ച ഭരണമാണിത്. അത് ഈ നാട്ടിലെ മനുഷ്യർക്ക് ബോധ്യമുണ്ട്. എന്നാ ആന്റണി സാറിന്റെ ഭരണകാലം, UDF-കാരുടെ ഭരണകാലമൊക്കെ മറക്കാൻ പറ്റുമോ? മുത്തങ്ങയിലെ ആദിവാസി വിഭാഗത്തിലെ മനുഷ്യർ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോ അവരെ വിളിച്ചിരുത്തി സമാധാനം പറഞ്ഞ് തിരിച്ചു പറഞ്ഞയച്ച് അവരുടെ കാട്ടിൽ കയറി, അവരുടെ ആവാസ വ്യവസ്ഥയിൽ കയറി അവിടെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം വെടിവെച്ചു കൊന്ന സമരത്തിന്റെ ഓർമ്മയുണ്ട് ഈ നാടിന് UDF ഭരിച്ച കാലത്ത്. മറക്കണ്ട. എന്തായാലും അത്തരം ഗതികേടൊന്നും അതിനു മുമ്പും അതിനു ശേഷവും ഈ നാട് ഭരിച്ച ഒരു ഭരണാധികാരികൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വ്യാജന്റെ ഉഡായിപ്പുകൾ കൊള്ളാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.